ഹായ് അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുഞ്ഞുതാ ചക്ക ബാക്കിയുള്ള കഷ്ണം ചക്ക ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതും ഉമ്മാക്ക് എന്താ ഉളി വേണം പറഞ്ഞു, വിറക് പൊളിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അതും കൊണ്ടിട്ട് കുഞ്ഞു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. അവൻ തൊള്ള പൊളിച്ച് ചിരിക്കണതാവുന്നല്ല. ആച്ചോട്ടൻ എന്തോ ഒരു കോമഡി പറഞ്ഞു അവിടെ നിന്നിട്ട്. ആ കുഞ്ഞു ഉമ്മച്ചിനെ നോക്കണം ഇട്ടാടാ പറഞ്ഞു. അവൻ പോവല്ലേ വീട്ടിലേക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ആച്ചോട്ടൻ എന്തോ ഒരു വളിച്ച കോമഡി പറഞ്ഞു. അത് കേട്ടിട്ടാണ് അവൻ ഇങ്ങനെ വല്ലാതെ വായ പൊളിച്ച് ചിരിക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. അങ്ങനെ അവൻ പോയി. പിന്നെ നമ്മൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഒരു സ്റ്റൈലിൽ കൂട്ടാൻ വെച്ചിട്ട്. നമ്മൾ വാഴാനിയിലാവുമ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ അടുപ്പത്ത് ഇങ്ങനെ ഈ ചെറിയ അടുപ്പത്തായി വെക്കണ കാരണം നമ്മുടെ പാത്രത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റേ അടുപ്പിലേക്ക് പാത്രം ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് പാത്രത്തിൽ ഇങ്ങനെ എന്തോ ഒരു തകരാറ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അത് കാരണം നമ്മൾ ഈ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു വീട്ടിൽ. അതൊക്കെ കുഞ്ഞിതാക്കിയിട്ടൊന്ന് അരിയുക. അപ്പം ഒന്ന് ഉപ്പേരിക്ക് ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് എന്താ പറയുക ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി വെച്ചുവിട്ടു. അപ്പോൾ അത് വേഗം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുപ്പത്ത് തന്നെ എല്ലാം ചെയ്യാമല്ലോ. ചോറ് വേകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് തന്നെ എല്ലാം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം മീൻ കറിക്കുള്ള സെറ്റപ്പൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെക്കണം. അതായത് നമ്മൾ ആദ്യമൊക്കെ മീൻ കറി എപ്പോഴും വെക്കാറില്ലേ, തക്കാളി സബോളൊക്കെ എന്താ പറയുക അരച്ചിട്ട് വെക്കാറുണ്ടല്ലോ, അങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ എങ്ങനെ വെക്കാറുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ തക്കാളി സബോള പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, തക്കാളിയുടെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കും കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. എന്താ വെച്ചാൽ തക്കാളിയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ചട്ടി എടുത്തിട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണ ഓയിലോ എന്താ വെച്ചാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ഉലുവിട്ട് പൊട്ടിക്കുക. ഉലുവിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ പോയി മേലേക്ക് എണ്ണ തെളിഞ്ഞ് വരണം. അത്രയും സമയം നമ്മൾ ഇളക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇളക്കണതൊന്നും അതിൽ കാണിച്ചിട്ടില്ല. നന്നായി ഇളക്കി മേലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടൊന്ന് അതിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളി ഇനിയിപ്പോൾ കുടംപുളിയാണോ ഇട്ടിട്ട് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ പിഴിയണ പുളി ഉണ്ടല്ലോ, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുളി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുക കേട്ടോ. പിന്നെ നമ്മളിത് ബാക്കിയുള്ള ഒരു കഷ്ണം തക്കാളി ഉണ്ടല്ലോ, ഒരു തക്കാളിയുടെ പകുതി എല്ലാം അരച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഒരു തക്കാളിയും കൂടിയും അതിലിട്ട് പച്ചമുളകും കീറിയിട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കറി തിളപ്പിക്കാം. അപ്പോൾ നമുക്ക് തിളപ്പിക്കാം കേട്ടോ, അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ അടുപ്പത്തായ കാരണം നമ്മുടെ ഗ്യാസിന് ഭയങ്കര ലാഭമാട്ടോ. ഇങ്ങനെ ചോറ് വെക്കുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കുന്ന കാരണം ഗ്യാസിന് ഭയങ്കര ലാഭമാണ്. അപ്പോൾ നമ്മളിതാ മീൻകുട്ടന്മാരേനൊക്കെ അതിലേക്ക് മത്തിയായിരുന്നു കേട്ടോ, അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തി ഇങ്ങനെ മത്തിയല്ല ഏത് മീനാണെങ്കിലും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കുറുന്നനുള്ള കറിയും കിട്ടും കേട്ടോ. അപ്പോൾ മത്തി ഇട്ടതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാ. ഇനിയിപ്പോൾ ഉള്ളി തൂമിച്ച് മൂപ്പിക്കണമെങ്കിൽ അങ്ങനെ തൂമിക്കാൻ, ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചോറൊക്കെ തിന്നിട്ട്. അപ്പോൾ ചോറിനുള്ള വീഡിയോ ഒന്നും കാണിച്ചില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായയുടെ കടി ഉണ്ടാക്കണമല്ല, കൂട്ടാൻ വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നീർദോശയായിരുന്നു ചായക്ക് കടി ഉണ്ടായിരുന്നു. അപ്പോൾ അരി വെള്ളത്തിലിട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ചു അതുകൊണ്ട് കലത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ 4 മണിക്ക് അതായില്ലോ എന്ന് വിചാരിച്ചിട്ട് കലത്തപ്പവും ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ മുറിച്ച് വെച്ചു. 4 മണിയാകുമ്പോൾ ഇവർക്കെടുത്ത് കഴിക്കാമല്ലോ. 4 മണിക്കൊന്നുമല്ല, അത് ആ സമയമാകുമ്പോഴേക്കൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഉമ്മ അവിടെ നിന്ന് ചക്ക ഉപ്പേരി വെച്ചിട്ട് കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടൻ ചായയും വെച്ചിട്ട് ഞങ്ങൾ കോലായിട്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ വന്നിരുന്നിട്ട് ചായ കുടിക്കുകയാണ്. കട്ടൻ ചായയും നമ്മുടെ ചക്കുപ്പേരി കഴിക്കാൻ പോവാണ്. ഞാനൊരു കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാ ഇവരിവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചക്ക മതി, ഇപ്പം ചക്കോടാണ് ഇഷ്ടം. അപ്പോൾ കട്ടൻ ചായയും ചക്കപ്പേരിയും കൂടിയിട്ട് കഴിക്കാം. ചാറ്റൽ മഴയും അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. പിന്നെ ഇത് രാവിലത്തെ വിശേഷങ്ങളാട്ടോ. രാവിലെ നമുക്ക് പുട്ടായിരുന്നു. പുട്ടപ്പം ഇന്നൊന്ന് പൊടി വാട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 2 കപ്പ് പൊടി ഇട്ടിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് അങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ കുറേശ്ശെ എന്താ പറയുക, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പൾസ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ പുട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. നല്ല ടേസ്റ്റുള്ള പുട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ചൂടുണ്ട് കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ട് കറക്കാൻ പാടില്ല. നന്നായിട്ട് കറക്കി കഴിഞ്ഞാൽ പൊടി കട്ട പിടിക്കും. അപ്പോൾ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് കറക്കിയിട്ട് ഒന്ന് നോക്കുക. പിന്നെ പൊടി നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ വീണ്ടും നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഇന്ന് പുട്ടും കടലയാണ്. അപ്പോൾ കടല ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമോളാണ് കേട്ടോ ക്യാമറമാൻ. അങ്ങനെ നമ്മുടെ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ് ഇവിടെ. എന്താ പറയുക, ഓരോ സ്ഥലത്ത് തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിലൊക്കെ വെള്ളം കയറി എന്നൊക്കെ പറയുന്നത് കേട്ടു. നമുക്കറിയില്ല, സത്യം തന്നെയാണ്. ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കയറി എന്തായാലും അതിന് ഒരാഴ്ച മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ വെള്ളം കയറി. പടച്ചോൻ കാക്കട്ടെ എല്ലാവരെയും നിന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അങ്ങനെ നമ്മുടെ കടലയും പുട്ടും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കണം. കുട്ടികളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഇഷമോള് മാത്രമേ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു ആ ചുറ്റിനൊന്നും ഞാൻ ചായയും കടിയൊന്നും ഉണ്ടാക്കുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മദ്രസ ഇല്ലല്ലോ, അത് കാരണം അവർ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.